തൃശൂർ വെറ്റിരപ്പാറയിൽ മധ്യവയസ്കരെ നേരെ കാട്ടാനായ ആക്രമണത്തിൽ എളംപ്ലാശ്ശേരി സ്വദേശി ജിമ്മിക്ക് പരിക്കേറ്റു. വെറ്റിലപ്പാറ 14-ലായിരുന്നു സംഭവം. അങ്ങനെ ഫുഡ് മേടിച്ച് വരുമ്പോൾ ആന റോഡിൽ ഒരു പ്ലാവിനോടൊന്ന് ചക്കിട്ടിരുന്നു. അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ റോട്ടിൽ നിന്ന് ഓടിച്ച് എന്നെ എടുത്തു, എന്നെ ഒരു തട്ട് കൊടുത്തു. ആന പിന്നാലെ വന്നു. എനിക്കൊന്നും ഒരു ഓർമ്മ പിന്നെ ഇങ്ങനെയൊന്നും ഓർമ്മയില്ല. പോയി കിടന്നത് എൻ്റെ പുഴയുടെ സൈഡായിട്ട് പോയി കിടന്നു. എണ്ണപ്പന്നിൽ ഉണ്ട്. അവർ സൗണ്ട് കൂടണ കേട്ടോണ്ട് അവർ വന്നു. അപ്പോൾ ആൻ്റെ ചിഹ്നം വിളിച്ച് ആന പോവുകയും ചെയ്തു. ഇന്നലെ അവർ ഫോറസ്റ്റുകാരൊക്കെ പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. ഫോറസ്റ്റുകാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്ന് എനിക്ക് അനക്കാൻ പറ്റില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വെറ്റിലപ്പാറയിൽ നിരന്തരം ഇത്തരത്തിലുള്ള കാട്ടാനാക്രമണം വലിയ വാർത്തയാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മധ്യവയസ്കരെ നേരെ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ ആരോഗ്യസ്ഥിതി ഇങ്ങനെയാണ്? ആനയെ തുരത്തിയോ? മറ്റു വിവരങ്ങൾ? വെറ്റിലപ്പാറ അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ജിമ്മിക്ക് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇന്നലെ രാത്രി 10:30 ആയിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ജിമ്മി നേരിടേണ്ടി വന്നത്. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി വീടിന് പുറത്തേക്ക് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു. ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനിടെ വീടിന് സമീപത്ത് വെച്ചാണ് ജിമ്മി കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുന്നത്. ഈ സമയത്ത് തൊട്ടടുത്ത പ്ലാവിൽ നിന്നും ചക്ക ഇട്ട് ഭക്ഷിക്കുന്ന സമയമായിരുന്നു കാട്ടാന. ഇതിനിടെയാണ് ജിമ്മി ആനയുടെ മുന്നിൽ വന്ന് പെട്ടത്. ഉടൻ ജിമ്മിക്ക് നേരെ ആന തിരികെയായിരുന്നു. ജിമ്മിയെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയായിരുന്നു എന്നാണ് ജിമ്മി പറയുന്നത്. ജിമ്മി തൊട്ടടുത്ത എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ് വീണത്. ഇതിനിടെ ഈ ജിമ്മിയുടെ നിലവിളി കേട്ട് സമീപത്തുള്ളവർ, നാട്ടുകാർ ഓടി എത്തി ശബ്ദമുണ്ടാക്കിയാണ് ആനയെ ചാലക്കുടി പുഴ കടത്തി കാട്ടിലേക്ക് വിട്ടത്. ഇതിനുശേഷമാണ് ജിമ്മിയെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചത്. ഈ സമയത്ത് ജിമ്മിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. പിന്നീട് അല്പസമയത്തിനകം ബോധം തിരികെ കിട്ടി. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആ സമയത്ത്, അതായത് ഇന്നലെ രാത്രി ജിമ്മിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ നേരം വെളുത്തതോടെ ജിമ്മിയുടെ ദേഹത്ത് നീര് വെക്കുക പോലെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. ഇതോടെയാണ് ജിമ്മിയെ അടുത്തുള്ളവരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിലിപ്പോൾ ജിമ്മി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു. അതിൽ വാരിയലിന് പൊട്ടലുള്ളതായാണ് ജിമ്മിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. മാത്രമല്ല വീഴ്ചയിൽ പല്ല് ചെന്ന് നിലത്ത് അടിച്ചതോടെ പല്ലുകൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ശ്വാസ തടസ്സമുണ്ട്. ദേഹമാസകലം നീരുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ ചികിത്സ ഇപ്പോൾ തുടരുകയാണ്. എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു. തുടർ ചികിത്സ ഇപ്പോൾ നടത്തി വരികയാണ്. ജിമ്മി ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് രാത്രിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോറിക്ഷയോ മറ്റ് കാറുകളോ വിളിച്ചാൽ പോലും അവർ വരാത്ത ഒരു സാഹചര്യമാണ്. കാട്ടാന ആക്രമണം ഭയന്ന് നിരന്തരം കാട്ടാന ആക്രമണമുള്ള ഒരു പ്രദേശമാണ് ഈ വെറ്റിലപ്പാറ അതിരപ്പള്ളി മേഖല ഒക്കെ. വനംവകുപ്പ് വിവരമറിയിച്ച് വനംവകുപ്പ് എല്ലാം എത്തിയിരുന്നു, സ്ഥലത്തെത്തിയിരുന്നു, വിവരങ്ങൾ ആരാഞ്ഞു. പക്ഷേ കാര്യക്ഷമമായി ഇടപെടാൻ വനംവകുപ്പിനും കഴിയുന്നില്ല. കാരണം ഇത്തരത്തിൽ അടിക്കടി കാട്ടാന, അതുപോലെ പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അതിരപ്പള്ളി, വെറ്റിലപ്പാറ, മലക്കപ്പാറ മേഖലയെല്ലാം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം, ഈ ആന കാടിറങ്ങി വന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഒഴിവാക്കാൻ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം നടത്താൻ വനംവകുപ്പിന് ഉൾപ്പെടെ കഴിയുന്നില്ല. സർക്കാർ തലത്തിൽ കാര്യക്ഷമമായി എന്തെങ്കിലും തരത്തിലുള്ള ഫെൻസിംഗ് പോലുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി തന്നെ നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ ആനകൾ ഈ കാടിറങ്ങി വന്ന് നാട്ടിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചു വിടുന്നത് തടയാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ജിമ്മി ഇപ്പോൾ നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൃന്ദ.